ഹായ്, സുഖം, നല്ല വിശേഷം. ഇതാ ഇപ്പോൾ ഇന്നൊരു ഷൂട്ടായിരുന്നു. സന്തോഷം നിങ്ങൾക്ക് വന്നതില്ല. സത്യം, ഞാൻ ഓരോ വിവാദത്തിൽ ഞാൻ അറിയാണ്ടായി പോകുന്ന വിവാദമാണ്. എനിക്കറിയില്ല ഞാൻ എങ്ങനെ ഇതിൽ എൻ്റെ എല്ലാ വിവാദങ്ങളും അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ പ്രതീക്ഷിക്കാണ്ട് വരുന്ന വിവാദങ്ങളാണ്. ഇപ്പോൾ ഈവൻ ഈ വിവാദമാണെങ്കിലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് നമ്മൾ നോർമലി നമ്മളൊരു ആളെ കാണുമ്പോൾ, ഇപ്പോൾ തെരുവിൽ ഒരാൾ പാടുമ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് പാടാൻ അറിയാം. അപ്പോൾ നമ്മളെക്കൊണ്ട് ഒരാൾക്കൊരു ഹെൽപ്പ് കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ചെറിയ സഹായം ആയിക്കോട്ടെ എന്നുള്ള ഒരു എന്താ പറയുക, ഒരു മാനസിക പരിഗണന മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അതിന് കുറേ ആൾക്കാർ ഞാനിത് ആളെ വിട്ട് ചെയ്യിപ്പിച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഒരിക്കലുമല്ല. വളരെ അൺഫ്ലുവൻഷ്യലി അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അവരാരോ എടുത്തൊരു വീഡിയോസ് അങ്ങനെ ആരോ മീഡിയാസിന് കിട്ടിയിട്ട് അവരാണത് പോസ്റ്റ് ചെയ്തത്. ഞാൻ അത് ചെയ്ത് ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ കുറേ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. അത് ഞാനിപ്പോൾ എൻ്റെ ഇപ്പോൾ ഞാൻ ജനിച്ച അല്ലെങ്കിൽ ഈ ഒരു ഞാൻ ഉണ്ട് എനിക്ക് അത് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞതാണ്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, വേറൊരു ആൾക്കാരുടെ കാര്യമല്ല. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഇങ്ങനെ ജനിക്കേണ്ട എന്ന് തോന്നുന്ന എൻ്റെ പേഴ്സണൽ കാര്യമാണ്. അത് ഈ ജന്മം മോശം എന്നല്ല. ഈ ജന്മത്തിൽ ഓൾറെഡി ഞാൻ ജനിച്ചില്ല. അപ്പോൾ ഇനി അടുത്ത ജന്മത്തിൽ ഒന്നെങ്കിൽ ആണായിട്ടോ അല്ലെങ്കിൽ പെണ്ണായിട്ടോ മതി, അത്ര ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അതും വലിയൊരു ചർച്ചയാവുമെന്ന് ഞാൻ എന്ത് പറഞ്ഞാലും പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ. അല്ല, ആശ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ആശ എപ്പോഴും എൻ്റെ നല്ലൊരു വെൽവിഷറാണ്. കാരണം എനിക്കറിയാം എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും എൻ്റെ കൂടെ കൈ പിടിച്ച് എൻ്റെ കൂടെ ഉള്ളൊരു വ്യക്തി ആശയാണ്. ആശ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇല്ലെങ്കിൽ ഒരിക്കലും ജാസി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടാവില്ല. അതാണ് സത്യം. അപ്പോൾ ആശ എപ്പോഴും കൂടെ ഉള്ളതിൽ പഠിച്ചുകൊണ്ട് എന്ന് നന്ദി പറയുന്നു. ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഉമ്മാനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഉമ്മാക്ക് ഭാഗത്ത് വെച്ച് നോക്കുമ്പോൾ ഉമ്മ ചെയ്തതും ശരിയാണ്. ഉമ്മക്ക് മകനെ കിട്ടാൻ വേണ്ടി ഉമ്മ പറഞ്ഞതേ ഉള്ളൂ. അത് ജാസി ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ കുറേ പേരെടുത്ത് ട്രോൾ ആക്കുന്നതും ടാർഗറ്റ് ചെയ്തതായിട്ട് തോന്നുന്നുണ്ട്. ചില മീഡിയാസ് വല്ലാണ്ട് എന്നെ ടാർഗറ്റ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചില മീഡിയാസ് കേട്ടോ, നിങ്ങളല്ല പറഞ്ഞത്. ചില ഇൻ്റർവ്യൂസൊക്കെ എന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യുക, അത് റീച്ചാക്കുക. അവർക്ക് എൻ്റെ അവർ വിളിച്ച ആൾക്കാരെ ഇൻ്റർവ്യൂ അല്ല അവർക്ക് വേണ്ടത്. അവർക്ക് എൻ്റെ കാര്യങ്ങളാണ് അവരിലൂടെ അറിയേണ്ടത്. എൻ്റെ കാര്യങ്ങൾ എനിക്കാണ് പറയാൻ അറിയുള്ളൂ, അല്ലാതെ വേറൊരാൾക്ക് എന്നെക്കുറിച്ച് എന്താ പറയാൻ അറിയാം. പിന്നെ കുറേ ആൾക്കാർ അങ്ങനെ അത് ഒരു ചീപ്പ് പബ്ലിസിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെക്കുറിച്ച് പറയുമ്പോൾ ആൾക്കാർക്ക് റീച്ച് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ? എനിക്ക് പെൺകുട്ടി ആവണമെന്ന് ഒട്ടും നിർബന്ധമില്ല. എനിക്കൊരു നല്ലൊരു ആണായിട്ട് ജനിച്ചാൽ മതി. അത് പെൺകുട്ടി ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഒന്നെങ്കിൽ ഒരു ആണ് അല്ലെങ്കിൽ ഒരു പെണ്ണ്. ഇങ്ങനത്തെ ഒരു ലൈഫ് എന്തായാലും വേണ്ട. കാരണം ഈ ലൈഫ് ഓൾറെഡി ഞാൻ ജീവിച്ചു. ആ വിഷമങ്ങളും വേദനകളും എനിക്കാണ് കൂടുതൽ അറിയുക, വേറുള്ള ആൾക്കാർക്ക് എല്ലാം അറിയാം. അപ്പോൾ ഈ ഒരു ലൈഫ് പ്രൗഡായിട്ട് പറയുന്ന ഒരുപാട് വുമൺസ് ആൾക്കാർ, ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അവർക്കത് പ്രൗഡായിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ വന്ന വഴികളും ഞാൻ അനുഭവിച്ച കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ട. എനിക്ക് ഒരു ആൺകുട്ടി ആയാൽ മതി അടുത്ത ജന്മത്തിൽ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആയാൽ മതി. ദുബായിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ പോലും കുറേ വിവാദങ്ങൾ. അത് ദുബായിൽ ട്രാൻസ് അലൗഡ് അല്ല. ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോഴും എൻ്റെ പാസ്പോർട്ട് ഫീമെയിലേക്ക് ആക്കിയിട്ടില്ല. എൻ്റെ ആധാർ കാർഡും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഫീമെയിൽ ആയിട്ടുള്ളൂ. അപ്പോൾ അത് ആയതിന് ശേഷം തീർച്ചയായിട്ടും ഞാൻ ദുബായിൽ തന്നെ പോകും. ഇപ്പോൾ ആഷി പോയിട്ട് വരാറുണ്ട്. പിന്നെ ഓൾറെഡി അവിടെ നമുക്ക് പാർട്ണർ ഉണ്ടല്ലോ, അപ്പോൾ കുഴപ്പമൊന്നുമില്ല.